Hi student. So we will be discussing about the job design. Job design in the different factors which affect the design that we opt for an organization. ഇതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ള പോർഷൻ നിങ്ങളുടെ ടെക്നിക്സ് ഓഫ് ജോബ് ഡിസൈൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ജോബ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് പല കമ്പനികളും പല ടെക്നിക്സാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ടെക്നിക്സാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. സോ ദർ ആർ വേരിയസ് ടെക്നിക്സ് ഓഫ് ജോബ് design. So the popular ones are being discussed here. So the first technique of job design is work simplification. First one is work simplification. So in work simplification is what they do is the complete job is broken down into small subparts. ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. മിക്കവാറും ഇത് ചെറിയ ഓപ്പറേഷൻസ് എന്ന കൺസെപ്റ്റിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇറ്റ് ഇസ് ഡൺ സോ ദാറ്റ് ദ എംപ്ലോയീസ് ക്യാൻ ഡു ദിസ് വിതൗട്ട് മച്ച് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്. അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തായതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് പല രീതിയിലുള്ള ട്രെയിനിങ്സും ആവശ്യം ഉണ്ടാവില്ല. കുറച്ചൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടെക്നിക് യൂസ്ഡ് ഇൻ ജോബ് ഡിസൈൻ. ദാറ്റ് ഈസ് വർക്ക് സിംപ്ലിഫിക്കേഷൻ. സെക്കൻഡ് മെത്തേഡ് ഇസ് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താ, ഒരാൾക്കാരെ കുറച്ച് നാൾ വർക്ക് ചെയ്ത ഒരു ജോബിലാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ വേറൊരു ജോബിലേക്ക് മാറ്റുന്നു. ബിക്കോസ് ഒരു ബോർഡം ഒരിക്കലും ഫേസ് ചെയ്യാതിരിക്കാൻ, സ്ഥിരമായിട്ട് റെപ്പിറ്റേറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് ബോർഡം ഫേസ് ചെയ്യും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഷിഫ്റ്റ് ചെയ്യുന്നു. So it reduces the boredom. That is called job rotation. It is a practice of shifting people from one job to another within a work group so that there is some varieties and relief from the boredom routine. ഓക്കെ, സോ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും. എപ്പോഴും എല്ലാവരെയും ഒരേ രീതിയിലായിരിക്കില്ല, പല രീതിയിലായിരിക്കും ജോബ് റൊട്ടേഷൻ കൊടുക്കാൻ. ദിസ് ഈസ് വൺ ഓഫ് എ ജോബ് ഡിസൈൻ ടെക്നിക്. ദ തേർഡ് വൺ ഇസ് ജോബ് എൻലാർജ്മെൻറ്റ്. പിന്നെയുള്ളൊരു കൺസെപ്റ്റാണ് ജോബ് എൻലാർജ്മെൻറ്റ്. എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? It is assignment of varied tasks or duties of the jobs of employees at the same level. സെയിം ലെവലുള്ളവർക്ക് അഡീഷണൽ ടാസ്കും അഡീഷണൽ ഡ്യൂട്ടീസൊക്കെ കൊടുക്കുന്നു. എന്നാൽ അതിന് കൂടുതൽ സ്കിൽസ് ഒന്നും വേണ്ടതില്ല. അങ്ങനെയുള്ള വർക്ക്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആഡിങ് 0 to 0 എന്ന കൺസെപ്റ്റിൽ വരും. ടോട്ടൽ ജോബിന് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. കൂടുതൽ സ്കിൽസ് ഒന്നും ആവശ്യമുള്ള ജോബൊന്നും ആയിരിക്കില്ല, പക്ഷേ അഡീഷണൽ ആയിട്ട് ടാസ്ക് കൊടുക്കുന്നു. അപ്പോഴും ഒരു ബോർഡം കുറയ്ക്കുക എന്ന കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ജോബ് എൻലാർജ്മെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് ടെക്നിക്ക് ഈസ് ജോബ് എൻറിച്ച്മെൻറ്റ്. നാലാമത്തെ ടെക്നിക്കാണ് ജോബ് എൻറിച്ച്മെൻറ്റ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ഇൻക്രീസിങ് ദ കണ്ടൻറ്റ് ഓഫ് ദ ജോബ്. ജോബിൻ്റെ കണ്ടൻറ്റേ കൂട്ടും. അപ്പോൾ അതിനകത്ത് റെസ്പോൺസിബിലിറ്റി കൂടാം, ചലഞ്ചസ് കൂടാം, സ്കോപ്പ് കൂടാം. അപ്പം ഒരു ജോബ് എൻലാർജ്മെൻറ്റിൽ അത്രത്തോളം ഡിഫറെൻറ്റ് ടാസ്ക് ഒന്നും പഠിക്കേണ്ട, അല്ലെങ്കിൽ കൂടുതൽ സ്കിൽസ് വേണ്ട. പക്ഷേ ജോബ് എൻറിച്ച്മെൻറ്റിൽ കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ റിസ്ക്കും ചലഞ്ചും ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊരു മോട്ടിവേഷൻ ടെക്നിക്കായിരിക്കും മിക്കവാറും. ബിക്കോസ് എംപ്ലോയീസിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവർക്കൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഓട്ടോമാറ്റിക്കലി ഒരു ചലഞ്ചിങ് എൻവയോൺമെൻറ്റ് കൊടുക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന ജോബ് ഡിസൈന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ഓൾവേസ് ഹെൽപ്പ് ഇൻ ദ വെർട്ടിക്കൽ എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ ജോബ്. പുതിയ ലെവൽസിലേക്കായിരിക്കും നമ്മളെ എൻലാർജ് ചെയ്യിപ്പിക്കുന്നത്, കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ചെയ്യിപ്പിക്കുന്നു. ഇപ്പം ഒരു വർക്കറിനാണെങ്കിൽ തന്നെ ബാക്കിയുള്ള വർക്കേഴ്സിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ ഒരു റോൾ കൊടുക്കുക സൂപ്പർവൈസിൻ്റെ അഭാവത്തിൽ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ, അതൊരു ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന കൺസെപ്റ്റാണ്. ഇതൊക്കെയാണ് ദ 4 മേജർ ടെക്നിക്സ് ഓഫ് ജോബ് ഡിസൈൻ. ഫസ്റ്റ് വർക്ക് സിംപ്ലിഫിക്കേഷൻ, സെക്കൻഡ് ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ 4 കൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ജോബ് എൻറിച്ച്മെൻറ്റ്, എൻലാർജ്മെൻറ്റ് എന്ന 2 കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ടെക്നിക്കാണെന്ന് അറിയുക ജോബ് ഡിസൈനിൻ്റെ. അപ്പോൾ എൻലാർജ്മെൻറ്റ് എൻറിച്ചും തമ്മിൽ വ്യത്യാസം മനസ്സിലായി കാണാം അല്ലേ? എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡ്യൂട്ടീസൊക്കെ കൂട്ടുന്നു എന്നല്ലേ, വെരീഡ് ടാസ്ക് കൊടുക്കുന്നു, ഡ്യൂട്ടീസൊക്കെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് നോളജോ സ്കില്ലോ ഒന്നും ആവശ്യമില്ല. പക്ഷേ എൻറിച്ച്മെൻറ്റ് അങ്ങനെയല്ല, സ്പെഷ്യലൈസ്ഡ് ചലഞ്ചും ഒക്കെ ഇൻവോൾവ് ആകുന്നൊരു പ്രോസസ്സാണ് എൻറിച്ച്മെൻറ്റ്. So these are the major techniques of job design. Okay, അപ്പോൾ ജോബ് ഡിസൈൻ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനിയുള്ള നെക്സ്റ്റ് വൺ ആണ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് എ ജോബ്. ഒരു ജോബ് അതിൻ്റെ വർത്തിനെ നമ്മൾ മെഷർ ചെയ്യാണ്. So the evaluation or rating of a job is to determine the position of the job hierarchy. ജോബ് ഹൈറാർക്കിയുടെ പൊസിഷൻ മനസ്സിലാക്കാൻ, അതിനു വേണ്ടി നമ്മൾ ആ ജോബിൻ്റെ വർത്തിനെസ് മനസ്സിലാക്കണം. അതിനാണ് ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് റേറ്റിംഗ് ഓഫ് എ ജോബ്.
So it is a process which is helpful in framing the compensation policy of an organization. ഒരു ഓർഗനൈസേഷന് ഒരു ജോബ് എന്താണ്, ആ ജോബിൻ്റെ വാല്യൂ മനസ്സിലായി ആ ജോബ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര സാലറി കൊടുക്കണമെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, അയാൾക്ക് എത്ര കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വർത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പൻസേഷൻ റേറ്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദിസ് ട്രൈസ് ടു അസസ് ദ ജോബ് നോട്ട് ദ പീപ്പിൾ. നമ്മുടെ പെർഫോമൻസ് അപ്രൈസലും ജോബ് എവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ ഓരോ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ജോബ് ഇവാലുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇവാലുവേഷൻ ഓഫ് ദ ജോബാണ്, നോട്ട് ദ പീപ്പിൾ. ഒരു അസിസ്റ്റൻറ്റ് മാനേജറിനെയാണ് നമ്മൾ, അസിസ്റ്റൻറ്റ് മാനേജർ ജോബാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും അസിസ്റ്റൻറ്റ് മാനേജർ ജോബ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കില്ല, അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറിനെ ആയിരിക്കില്ല നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ ഒരു ജോബിനെ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ക്യാരിഡ് ഔട്ട് ഇൻ ഗ്രൂപ്പ്സ്, നോട്ട് ഇൻഡിവിജ്വൽ ബേസിസിലല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്യാറ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാറുള്ളത്, ഗ്രൂപ്പായിട്ടായിരിക്കും ഇവാലുവേഷൻസ് നടത്തുന്നത്. പിന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ആയിരിക്കും, അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കില്ല. റിലേറ്റീവ് കൺസെപ്റ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, അബ്സല്യൂട്ട് കൺസെപ്റ്റ്സ് യൂസ് ചെയ്യില്ല. പിന്നെ ഇതോടെ നമുക്ക് എന്താ കൊണ്ടുവരാൻ പറ്റുക? കോമ്പൻസേഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഫെയർ ആൻഡ് ഈക്വൽ പേ സിസ്റ്റം എല്ലാം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത് ഇതേപോലുള്ള ജോബ് ഇവാലുവേഷനിലാണ്. ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേമിൽ കുറേ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വേറെ വേറെ ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ വേജസ് ഒക്കെ ഇങ്ങനെ ഈക്വൽ ആയിരിക്കും, ഫെയർ ആൻഡ് ഈക്വൽ പേ സിസ്റ്റം ആയിരിക്കും. ഇതിനെല്ലാം കാരണം എന്താണ്? ഇങ്ങനെയുള്ള ജോബ് evaluation. So this is called job evaluation. Here we are evaluating the worthiness of a job, not the people working in that job, and in which we will ensure what is the compensation to be paid for the employees. ഓരോ എംപ്ലോയീസിന് എത്ര സാലറി കൊടുക്കണം, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ജോബ് ഇവാലുവേഷനിലൂടെയാണ്. Then another objective of job evaluation is it decide different schemes of incentives and benefits. ഓരോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സണലായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ സെയിൽസ് എത്ര കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം ഇൻസെൻറ്റീവ്സ് കൊടുക്കണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് അയാൾക്ക് കൊടുക്കണം, ഇതെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ ജോബിൻ്റെ വർത്തിനെസ് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. To collect information regarding the relative worthiness of a job, it determines the pay structure for the organization, it ensures the fair and equal pay system, and also decide what are the different schemes of incentives and benefits given to the employees. So these are the major objectives of job evaluation. ഇനി നമ്മൾ ജോബ് ഇവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മേജർ സ്റ്റെപ്സ്? ജോബ് ഡിസൈനിങ്ങിൻ്റെ സ്റ്റെപ്പ് പോലെ തന്നെ ജോബ് ഇവാലുവേഷനും കുറച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജോബ് അനാലിസിസ്. നമ്മൾ പഠിച്ചിട്ടുള്ള ജോബ് അനാലിസിസ് അല്ലേ? ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ജോബിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ജോബ് എന്താണ്, ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും കളക്ട് ചെയ്യും, ജോബിൻ്റെ സ്പെസിഫിക്കേഷനും കളക്ട് ചെയ്യും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ജോബിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ജോബിനെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻഫർമേഷൻ, ദ ഹോൾ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ സ്പെസിഫിക് പോസ്റ്റ്. ഓക്കെ, സെക്കൻഡ് തിങ് ദാറ്റ് വി വോണ്ട് ടു കളക്ട് ഇൻ എ ജോബ് അനാലിസിസ് ഇസ് ജോബ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് വാട്ട് ആർ ദ സ്കിൽസ്, നോളജ് ആൻഡ് എബിലിറ്റീസ് റിക്വയർഡ് ടു പെർഫോം എ ജോബ്. അപ്പം ഈ ഒരു ഫീച്ചറും നമ്മൾ ജോബ് അനാലിസിസിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ജോബ് അനാലിസിസ് ചെയ്യാന്നുള്ളതാണ്. ജോബ് അനാലിസിസിലൂടെ ജോബ് ഡിസ്ക്രിപ്ഷനും കളക്ട് ചെയ്യും, അതുപോലെ ജോബ് സ്പെസിഫിക്കേഷനും കളക്ട് ചെയ്യും ഫോർ ദ ജോബ് ഇവാലുവേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് is ജോബ് റേറ്റിംഗ്. ഇറ്റ് ഇസ് റേറ്റിംഗ്. ജോബ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ജോബിനെ റേറ്റ് ചെയ്യാണ്, അതിൻ്റെ റിലേറ്റീവ് വർത്തിനെസ് കണ്ടുപിടിക്കുക. നേരത്തെ റിലേറ്റീവ് വർത്തിനെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജോബ് ഇവാലുവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. സോ ഫോർ ഫൈൻഡിങ് ദിസ് വർത്തിനെസ് വി ആർ റേറ്റിംഗ് ദ ജോബ്സ്. ഇപ്പോൾ ഒരു ഹയറാർക്കിയിലാണെങ്കിൽ മാനേജർ, CEO ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, ചെയർമാൻ ഉണ്ടാവാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതാണ് ഞാൻ ചെയർമാൻ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാനേജേഴ്സ് ഉണ്ടാവും, എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, വർക്ക്മെൻ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ റാങ്ക് ഉണ്ട് അല്ലേ? വർക്കേഴ്സ് എന്ന് വെച്ചാൽ ലോവർ ലെവൽസാണ്. പേ സ്കെയിൽ കൂടുതലുള്ളവരാണ് ഹൈ റാങ്ക്ഡ് ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്, പേ സ്കെയിൽ കുറവുള്ളവരായിരിക്കും ലോ റാങ്ക്ഡ് ഒഫീഷ്യൽസ്. അപ്പോൾ എങ്ങനെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും? അവരുടെ ജോലിയുടെ ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും കളക്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സ്പെസിഫിക്കേഷനുള്ള വേണ്ട ജോലികളായിരിക്കും റാങ്ക് 1-ലുള്ളത്, കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉള്ളതായിരിക്കും റാങ്ക് ലാസ്റ്റിലൊക്കെ വരുന്നത്. വർക്കേഴ്സിൻ്റെയൊക്കെ റാങ്ക് എന്തായിരിക്കും? ലോവർ റാങ്ക്സ് ആയിരിക്കും. എന്നാൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ ഹയർ റാങ്ക് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ജോബിനെ റേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ഇവാലുവേഷൻ. തേർഡ് സ്റ്റെപ്പ് ഇസ് മണി അലോക്കേഷൻ.
മണി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പേ സ്കെയിൽ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ ആ ജോബിൻ്റെ വേർത്തിനെസ് മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് ഫിക്സ് ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഇപ്പോൾ ഒരു മാനേജറിന് കൊടുക്കുന്ന സാലറി എപ്പോഴും അസിസ്റ്റൻറ്റ് മാനേജറിനേക്കാളും കൂടുതലായിരിക്കും. ബിക്കോസ് ദ റേറ്റിംഗ് ഫോർ എ മാനേജർ ഇസ് മോർ ദാൻ ഫോർ അസിസ്റ്റൻറ്റ് മാനേജർ. അപ്പോൾ അങ്ങനെ നമ്മൾ മണി അലോക്കേറ്റ് ചെയ്യും ഈ ജോലികൾക്ക്, അല്ലെങ്കിൽ ഓരോ ജോലികൾക്ക് എത്ര പൈസ വെച്ചിട്ടാണ് പേ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണതെന്ന് തീരുമാനിക്കുന്നതിനെയാണ് മണി അലോക്കേഷൻ എന്ന് പറയുക. സോ ഇറ്റ് ഇസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് പേയിങ് റിവാർഡ്സ് എ കോമ്പൻസേഷൻ ഫോർ ഈച്ച് ജോബ് അക്കോർഡിംഗ് ടു ദ വർത്ത് ഓർ ഇറ്റ്സ് വാല്യൂ. ഓക്കെ. ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ജോബ് ക്ലാസിഫിക്കേഷൻ. ലാസ്റ്റ് സ്റ്റെപ്പാണ് ജോബ് ഇവാലുവേഷനിൽ ജോബ് ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് എങ്ങനെയാണ്, ഹയർ പെയ്ഡ് ജോബ്സിനെ നമ്മൾ ടോപ്പ് ഓഫ് ഹൈറാർക്കിയിലിടും, ലോവർ പെയ്ഡ് ജോബിനെ നമ്മൾ ഇവിടെ താഴെയിടും, മീൻസ് ബോട്ടം ഓഫ് ദ ഹൈറാർക്കി. ഇപ്പോൾ ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ കിടക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർമാനൊക്കെ ആയിരിക്കും. പിന്നെ ആയിരിക്കും നമ്മളുടെ മാനേജേഴ്സൊക്കെ വരുന്നത്. ഏറ്റവും താഴെയാണ് വർക്കേഴ്സ് വരുന്നത്. ബിക്കോസ് ഹയർ പെയ്ഡ് വൺസ് ആർ ദി BODs, that is board of directors, അവർ ടോപ്പ് പൊസിഷനിൽ വരുന്നു ത്രൂ ദ ജോബ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദോസ് ഹു ആർ ബിലോങ്ങിങ് ടു എ ലോവർ ഇൻകം, ലോവർ സാലറിഡ് വൺ വിൽ ബി ഇൻ ദ ബോട്ടം ഓഫ് ദ ഹയറാർക്കി ത്രൂ ദ ജോബ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ജോബ് അനലൈസ് ചെയ്തു, ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെയും അതുപോലെ ജോബ് സ്പെസിഫിക്കേഷനിലൂടെയും. അതിനുശേഷം നമ്മൾ ജോബിനെ റാങ്ക് ചെയ്യുന്നു, അവർക്ക് വേണ്ട സാലറീസ് ഫിക്സ് ചെയ്യുന്നു. ഈ സാലറീസിനെ ബേസ് ചെയ്തിട്ട് നമ്മളവരെ ക്ലാസിഫൈ ചെയ്യുന്നു ജോബിനെ. ഹയർ പെയ്ഡ് വൺസ് വിൽ ബി ഇൻ ദ ടോപ്പ് position of the hierarchy and the lower paid ones in the bottom size of hierarchy. So these are the major steps involved in job evaluation. അപ്പോൾ ജോബ് ഇവാലുവേഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ജോബ് ഡിസൈനിൻ്റെ ടെക്നിക്സ് പറഞ്ഞു, അതിനുശേഷം ജോബ് ഇവാലുവേഷൻ എന്താണെന്ന് പറഞ്ഞു, ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് വർ ഡിസ്കസ് ആൻഡ് ഓൾസോ വാട്ട് ആർ ദ മേജർ സ്റ്റെപ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. സ്റ്റെപ്സ് സിമ്പിളല്ലേ, ജോബ് അനാലിസിസ്. അതിൽ തന്നെ നിങ്ങൾ പഠിച്ച 2 കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും. അതിനുശേഷം ആ ജോബിനെ റാങ്ക് ചെയ്തു. റാങ്ക് ചെയ്ത ജോബിന് അതിനനുസരിച്ചുള്ള റാങ്ക് കൂടുതലുള്ളവർക്ക് കൂടുതൽ പൈസ, റാങ്ക് കുറവുള്ളവർക്ക് കുറച്ച് പൈസ എന്ന രീതിയിൽ നമ്മൾ സാലറി ഫിക്സ് ചെയ്തു, മണി അലോക്കേറ്റ് ചെയ്തു. ഇനി മണി കൂടുതലുള്ളവരെ റാങ്ക് കൂട്ടിയിട്ടു, റാങ്കല്ല ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ടോപ്പിലിടും. ഹൈലി ലോ പേയിങ് ജോബ്സ് ഉള്ളവരെ ബോട്ടം ഓഫ് ദ ഹൈറാർക്കിയിലും വയ്ക്കുന്നു. സോ ദിസ് ഇസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ജോബ് ഇവാലുവേഷൻ. ഇനി ഈ ജോബ് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടായിരിക്കും ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത്. That is, the first one is about definition. That is, job must be clearly defined so that they are identifiable and easily distinguishable. ഇപ്പോൾ ജോബ്സിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഇത് ഹൈ പെയ്ഡ് ആണോ ലോ പെയ്ഡ് ആണോ എന്നുള്ളത്. ഇവാലുവേറ്റ് ചെയ്യാൻ സിമ്പിളായിരിക്കണം. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അസിസ്റ്റൻറ്റ് മാനേജർ ആ വേർഡിൽ തന്നെ ഉണ്ട്. അസിസ്റ്റൻറ്റ് ടു ആ മാനേജറാണ് അസിസ്റ്റൻറ്റ് മാനേജർ അല്ലേ. അപ്പോൾ അതുപോലെ ജോബ്സ് എല്ലാം ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഈസിലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ പേരടക്കം വരേണ്ടത്. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. അസിസ്റ്റൻറ്റ് മാനേജർ അത് കേൾക്കുമ്പോൾ തന്നെ അസിസ്റ്റൻ്റ് ആണ് ചെറുത് അല്ലെങ്കിൽ ലോവർ റാങ്ക് എന്ന് നമുക്ക് മനസ്സിലാകണം. ദെൻ ഇവാലുവേഷൻ, ദാറ്റ് ഈസ് എപ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടായിരിക്കണം. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മളൊരു പുതിയ കമ്പനിയാണ്, നമുക്കപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ ജോബ് എന്താണെന്നോ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനോ അറിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് അറിയുന്ന ഒരു ഹയർ കമ്പനീനെ റെഫറൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ ആയിരിക്കും നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് വെക്കുക. എന്നിട്ടായിരിക്കും നമ്മുടെ ജോബും അവരുടെ ജോബും കൂടെ കമ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് കമ്പൽസറി. ദാറ്റ് ഇസ് അനദർ പ്രിൻസിപ്പിൾ. തേർഡ് വൺ ഇസ് ജോബ് അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ മൂന്നാമത് അറിയേണ്ടതാണ് ഈ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, ജോബിനെയാണ് ഇവാലുവേറ്റ് ചെയ്യണമല്ലേ, അപ്പോൾ അവർ ആ ജോബ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ ജോബ് ഡിസൈനിലൂടെ തന്നെ അവർക്ക് മനസ്സിലായിരിക്കണം എന്തൊക്കെ ടാസ്ക്കാണ് ഓരോരുത്തർ ചെയ്യേണ്ടത്. ഒരു മാനേജർ ചെയ്യുന്ന ജോലികൾ എന്തെല്ലാം, ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ചെയ്യുന്ന ജോലികൾ എന്തെല്ലാം, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ അറിയുന്നവർ തന്നെയായിരിക്കണം ജോബ് ഇവാലുവേറ്റേഴ്സും ആവുന്നത്. Then about the concern, that is, it is always concerned with the job, not the people. ഒരു അസിസ്റ്റൻറ്റ് മാനേജറിനെ ആയിരിക്കില്ല നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന, ആ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന പോസ്റ്റിനെ മാത്രമേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇൻ ജോബ് ഇവാലുവേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ്. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ബൈ കോമ്പിറ്റൻറ്റ് പീപ്പിൾ. അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ജോബ് ഇവാലുവേഷൻ ചെയ്യാൻ അറിയുന്ന ഡിസൈനിനെ പറ്റിയിട്ടും ഈ ജോലിയെ പറ്റിയിട്ടും ഒക്കെ നല്ല ജ്ഞാനമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ആൾക്കാരല്ല ഒരു ജോബ് ഇവാലുവേഷൻ ചെയ്യേണ്ടത്. ദേ ഷുഡ് ബി കോമ്പിറ്റൻറ്റ് പീപ്പിൾ. സോ ഫോളോയിങ് ഓൾ ദീസ് പ്രിൻസിപ്പിൾ ഓൺലി വി ക്യാൻ സേ ദാറ്റ് ജോബ് ഇവാലുവേഷൻ ഈസ് ഗുഡ് ഓർ ഒരു നല്ല ജോബ് ഇവാലുവേഷൻ പ്രോഗ്രാം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പ്രോപ്പർ ആയിരിക്കണം. ജോബ്സ് കേൾക്കുമ്പോൾ തന്നെ അത്
ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടതായിരിക്കും ദെയർ ഇസ് ഡിഫറൻസ് എന്നത്. പിന്നെ ജോബ് ഇവാലുവേഷൻ ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണം. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ, നമ്മുടെ കമ്പനിക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ വേറൊരു കമ്പനിയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കണം മെഷർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ജോബ് ഇവാലുവേറ്റേഴ്സ് എപ്പോഴും എന്താണ് ആ ജോലി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇവാലുവേറ്റ് ചെയ്യാൻ. പിന്നെ എപ്പോഴും ജോബിനെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അതല്ലാതെ ആ ജോലി ചെയ്യുന്ന ആളെ അല്ല ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അസസ് ചെയ്യുന്നവർ എപ്പോഴും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കണം. ദേ ഷുഡൻറ്റ് ബി എനി അതർ പേഴ്സൺ. ദേ ഷുഡ് ബി ഓൾവേസ് കോമ്പിറ്റൻറ്റ് ടു ഡു സച്ച് എ ടാസ്ക്. Then only a job evaluation program is effective. Okay, so this is about job evaluation. മനസ്സിലായില്ലേ? അപ്പം ജോബ് ഇവാലുവേഷൻ എന്താണെന്ന് പറഞ്ഞു, സ്റ്റെപ്സ് പറഞ്ഞു, പിന്നെ പ്രിൻസിപ്പിൾസും പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസിലെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഓരോ എംപ്ലോയീസിന് അല്ലെങ്കിൽ ആ ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം സാലറി കൊടുക്കണം, എത്രത്തോളം ഇൻസെൻറ്റീവ് കൊടുക്കണം, എന്തൊക്കെ സ്കീംസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പോലുള്ള സ്കീംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം, ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ, എന്ന് വെച്ചാൽ പേ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ജോബ് ഇവാലുവേഷൻ പ്രോഗ്രാം എന്തായാലും നടത്തിയിരിക്കണം. സെക്കൻഡ് വൺ ഇസ് റിഡക്ഷൻ ഇൻ ഇൻഇക്വാലിറ്റീസ് ഇൻ സാലറി സ്ട്രക്ചർ. നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പല ഓർഗനൈസേഷനും സാലറി സ്ട്രക്ചറിൽ ഇൻഇക്വാലിറ്റീസ് ഫേസ് ചെയ്യാറുണ്ട്. എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണോ സാലറി കൊടുക്കുന്നത്, അതോ അവരുടെ കോമ്പിറ്റൻസി ബേസ് ചെയ്തിട്ടാണോ സാലറി കൊടുക്കുന്നത്, ഇതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രോപ്പർ ജോബ് ഇവാലുവേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ജോബിനെ ഇവാലുവേറ്റ് ചെയ്ത് ആ ജോലി മനസ്സിലാക്കിയിട്ട് ആ ജോലിക്കനുസരിച്ച് സാലറി കൊടുക്കത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് this job evaluation program will help in reducing the inequalities in the salary structure. Then third one is specialization. ജോബ് ഇവാലുവേഷൻ ചെയ്യുമ്പോഴാണ് ആർക്കൊക്കെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരാണ് ജോലി ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇതിനകത്തെ ഒരു സ്റ്റെപ്പായിരുന്നു ജോബ് അനാലിസിസ്, അതിന് തന്നെ ജോബ് സ്പെസിഫിക്കേഷനും. അപ്പോൾ ജോബ് സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് സ്കില്ലുള്ള ആൾക്കാരാണ് ഓരോ വർക്കും ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ളൊരു പോസ്റ്റ് ആണെങ്കിൽ എന്താണ് ബേസിക് റിക്വയർമെൻറ്റ് അയാൾക്ക് വേണ്ടത്, ആ ഒരു കാര്യം തന്നെയാണ് സ്പെഷ്യലൈസേഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും a proper job evaluation is required. Then in selecting the helps in selecting the എംപ്ലോയീസിനെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ജോബ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ജോബിനെ പറ്റി നമ്മളൊരു ഐഡിയ കിട്ടുന്നതും ജോബ് അനാലിസിസും ഒക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് ഏത് രീതിയിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം, അവർക്ക് എന്തൊക്കെ കപ്പാസിറ്റീസ് വേണം, കേപ്പബിലിറ്റീസ് വേണമെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹാർമണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജേഴ്സ്. ജോബ് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ഓരോ ജോബ് എന്താണെന്നും അതിനുള്ള ക്വാളിഫൈഡ് ആൾക്കാരാരാണെന്നും അവിടെയുള്ള മാനേജേഴ്സിനും ഹയർ ഒഫീഷ്യൽസിനൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് മാനേജേഴ്സ് എംപ്ലോയീസുമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. അങ്ങനെ പെരുമാറുന്നതുകൊണ്ട് ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു ഹാർമണിയസ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും എംപ്ലോയീസിനും അതുപോലെ മാനേജേഴ്സിനും. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. പല ജോലികൾക്കും പല രീതിയിലുള്ള സാലറി ആണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. പക്ഷേ സാലറി സ്ട്രക്ചറിനൊരു യൂണിഫോമിറ്റി കൊണ്ടുവരണം. എപ്പോഴും ഒരു അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുമ്പോൾ എത്ര സാലറിക്ക് ആയിരിക്കും നമ്മളൊരു പ്രതീക്ഷിക്കുന്നൊരു സാലറി ഉണ്ട്, എന്നൊരു വർക്കറൊക്കെ ആണെങ്കിൽ എത്ര സാലറി ആയിരിക്കും, അപ്പം ആ ഒരു MD ആയിട്ടൊക്കെ ആണെങ്കിൽ എത്ര സാലറി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരണമെങ്കിൽ ജോബ് ഇവാലുവേഷൻ വേണം. എല്ലായിടത്തും അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ ജോബ്സാണ്. കമ്പനി വെച്ച് ഡിഫർ ചെയ്യുമെന്നല്ലാതെ മിക്കവാറും സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇവാലുവേഷൻ ആവശ്യമാണ്. ദെൻ റെലവൻസ് ഓഫ് ദ ജോബ്. ഒരു ജോബിൻ്റെ റിലേറ്റീവ് വേർത്ത്നെസ് അറിയണമെങ്കിൽ, ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന പോസ്റ്റിൻ്റെ വേർത്ത്നെസ് അറിയാൻ, അല്ലെങ്കിൽ മാനേജർ എന്ന പോസ്റ്റിൻ്റെ വേർത്ത്നെസ് അറിയാൻ, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഒരു ജോബ് ഇവാലുവേഷൻ അത്യാവശ്യമാണ്. ഒരു എഞ്ചിനീയറിൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ അപ്പോഴും വേണം ഒരു ജോബ് ഇവാലുവേഷൻ. എന്നാലേ ആ എഞ്ചിനീയർ ആരാണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആരാണ്, ഓഡിറ്റർ ആരാണ്, ഇതൊക്കെ നമുക്ക് വേർത്ത്നെസ് അറിയാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡൂയിങ് ദിസ് ജോബ് ഇവാലുവേഷൻ to determine the pay structure and the compensation, to reduce the inequalities in the salary, to bring specification in the work. It helps in selecting the employees. It builds harmonious relationship between the employees and the managers. And also it brings standardization of salary structure, and also brings the relevance of job. What is the worthiness, relative worthiness of the job identify ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് job evaluation ചെയ്യണം. So these are the advantages. Okay. And the last one is what are the methods of job evaluation. ജോബ് ഇവാലുവേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജോബ് ഡിസൈൻ എങ്ങനെയൊക്കെ ചെയ്യും, ടെക്നിക്സ് ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെ ജോബ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ്, നമ്മളെങ്ങനെയാണ് ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് റാങ്കിങ് മെത്തേഡ്. റാങ്ക് ചെയ്തിട്ട് നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും. റാങ്കിങ് മെത്തേഡ് നിങ്ങളുടെ പെർഫോമൻസ് അപ്രൈസൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. റാങ്കിങ് മെത്തേഡ് എന്താ, നമ്മൾ ഓരോ ജോബിനും അവിടെ ഓരോ ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഓരോ ജോബിനും റാങ്ക്സ് ഇട്ട് കൊടുക്കും. വാല്യൂ, കമ്പനിയുടെ വാല്യൂവിനനുസരിച്ച് ആ കമ്പനിയിലെ ജോബിന് ഓരോ പൊസിഷൻ കൊടുക്കും. ആ പൊസിഷൻ കൊടുത്ത് റാങ്ക് കിട്ടും. ഹയർ റാങ്ക് ടു ലോവർ റാങ്ക് ഇടും. അപ്പം ഏറ്റവും ഹയർ റാങ്ക് ഉള്ളവർക്ക് ആ ജോബായിരിക്കും ഹയർ റാങ്ക് ജോബ്, ലോവർ റാങ്കിൽ കിടക്കുന്നവരായിരിക്കും ലോവർ റാങ്ക് ജോബ്. അപ്പോൾ അതിനനുസരിച്ച് ഹയർ റാങ്കിൽ കൂടുതൽ സാലറി, ലോവർ റാങ്കിൽ ലോവർ സാലറി. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ സാലറി ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ. സെക്കൻഡ് മെത്തേഡ് ഇസ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ക്ലാസിഫൈ ചെയ്യും ജോബിനെ. ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരേ ഡിനോമിനേഷൻ സ്കില്ല് അല്ലെങ്കിൽ ഒരേ നോളജും റെസ്പോൺസിബിലിറ്റിയും വേണ്ട കുറേ ജോബുകളുണ്ടാവും. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ ഓഫ് HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇൻവെൻട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഒക്കെ ഒരേ ക്ലാസിഫിക്കേഷനിൽ വരുന്ന അല്ലേ. അപ്പോൾ അവരെല്ലാം കൂടി ക്ലാസിഫൈ ചെയ്തിടും. മാനേജേഴ്സ് എല്ലാത്തിനും കൂടെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഇടുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തും നമുക്ക് ജോബ് ഇവാലുവേഷൻ ചെയ്യാം. പിന്നെ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ജോബ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. മെൻ്റൽ റിക്വയർമെൻറ്റ്, ആ ജോലിക്ക് വേണ്ട മെൻ്റൽ റിക്വയർമെൻറ്റ് എന്താണ്, സ്കിൽസ് എന്താണ്, ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസും വർക്കിംഗ് കണ്ടീഷൻസും എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റാങ്ക് ഇടുന്നു. ഇതിൽ ഓരോ കാര്യങ്ങൾക്ക് റാങ്ക് ഇടും. അപ്പോൾ മെൻ്റൽ റിക്വയർമെൻറ്റ് കൂടുതൽ, ഒരു റിസ്ക് ബെയറിങ് കൂടുതൽ എടുക്കേണ്ടത് ആരാണോ അവർക്ക് ഹയർ റാങ്ക്. ഓക്കെ, അവരുടെ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് അറിയേണ്ടതാണോ അതിന് റാങ്ക് ഇടാം. അങ്ങനെ ഓരോന്നിനും ഓരോ 5 ഫാക്ടേഴ്സിനും റാങ്ക് ഇട്ടിട്ട് ടോട്ടലായിട്ട് റിലേറ്റീവ് ഡിഫിക്കൽറ്റി മനസ്സിലാക്കി നമ്മൾ ഒരു പൊസിഷനിലെത്തുന്നു. എന്നിട്ട് റാങ്ക് ചെയ്യുന്നു നമ്മുടെ ജോബിനെ. ഇപ്പം റിസ്കി ജോബാകുമ്പോൾ മാനേജേഴ്സിനായിരിക്കും, വർക്കേഴ്സിന് അത്രയില്ല. പക്ഷേ ടെക്നിക്കൽ നോളജ് കൂടുതൽ വേണ്ടി വരുന്നവർക്ക് ഒരു വർക്കറിനായിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഓരോ സ്കെയിൽസും മെഷർ ചെയ്തിട്ട് അതെല്ലാം കൂടെ കമ്പയർ ചെയ്തെടുത്ത് ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരും. അപ്പോൾ പല ഫാക്ടേഴ്സ് കമ്പയർ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പോയിൻ്റ് മെത്തേഡ്. അവസാനത്തെയാണ് പോയിൻ്റ് മെത്തേഡ്. ഇതൊരു എക്സ്റ്റൻഷൻ ഓഫ് ഫാക്ടർ കമ്പാരിസൺ എന്ന് പറയാം. So here what we do is the raters will assign numerical points for each degree of factor. Numerical points കൊടുക്കും. Numerical points will be based on the factor appears. How much of that factor appears in the job. അതിനെ ബേസ് ചെയ്തിട്ട് ന്യൂമറിക്കൽ നമ്പേഴ്സ് ഇടും. 1 2 3 4 5 6 അങ്ങനെ നമ്പേഴ്സ് ഇടുന്നു. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുക്കും. ടോട്ടൽ എടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നതിനായിരിക്കും ജോബ് വോത്തിനെസ് കൂടുതൽ, ഏറ്റവും കുറവ് വരുന്നതിനായിരിക്കും ജോബ് വോത്തിനെസ് കുറവ്. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്യും. അപ്പോൾ ജോബ് ഇവാലുവേഷൻ പല രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെത്തേഡ്സാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ റാങ്കിങ് മെത്തേഡ് യൂസ് ചെയ്യാം. റേറ്റേഴ്സ് വിൽ റാങ്ക് ദ ജോബ്സ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ്. Then give the salary based on that. Then we may classify similar type of skill required jobs in one category. Like that we will be classifying total jobs. Then factor comparison method, in which there will be different factors and each factors will be taken into consideration, and based on that the total job analysis or job evaluation will be done. And the last one, point method, is one in which there is an extension of factor comparison. എക്സ്റ്റൻഷൻ ആണ് നടക്കുന്നത് കമ്പാരിസണിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന എന്താ, ഓരോ ഫാക്ടേഴ്സിന് നമ്പേഴ്സിനും 1 to 10 എന്ന രീതിയിൽ ന്യൂമറിക്കൽ കോഡ്സ് കൊടുക്കും. ടോട്ടൽ ഓഫ് ന്യൂമറിക്കൽസ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ വരുന്നതായിരിക്കും കൂടുതൽ റാങ്ക് ഉള്ളത്, ഏറ്റവും കുറവുള്ളത് കുറവ് റാങ്ക്. ലൈക്ക് ദിസ് വി വിൽ ബി ക്ലാസിഫൈങ് ദ മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. സോ നൗ in this class we have discussed what is meant by, what are the major techniques of job design, then what is job evaluation, its objectives, steps in job evaluation, അതിൽ ജോബ് അനാലിസിസ്, ജോബ് റേറ്റിംഗ്, മണി അലോക്കേഷൻ എന്ന് വെച്ചാൽ സാലറി ഫിക്സ് ചെയ്യുന്നു, ജോബ് ക്ലാസിഫിക്കേഷൻ, പിന്നെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ഡെഫിനിഷൻ, ഇവാലുവേഷൻ, ജോബ് അണ്ടർസ്റ്റാൻഡിങ്, കൺസേൺ ആൻഡ് അസസ്മെൻറ്റ്. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. then the methods of job evaluation also. okay, so ഇതുകൊണ്ട് നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് 5th മൊഡ്യൂളും കൂടെ ഇട്ട് തരാം. അപ്പം എല്ലാവരും ഒന്ന് വായിക്കുക 5th മൊഡ്യൂൾ. എനിക്ക് ഇട്ട് തരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. സോ ഐ വിൽ ബി ട്രൈങ് ടു അപ്ലോഡ് ഇറ്റ് വെരി സൂൺ ടുഡേ itself. So watch that also, and all the best for your exams. If you have any doubts, comment in the comment box and I can clear that. Okay, so thank you all.